ഹമാസ് നേതാവ് മുഹമ്മദ് സിൻവാറിനെ ഇസ്രായേൽ ഒരുപക്ഷെ കൊലപ്പെടുത്തിയിട്ടുണ്ടാകുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കഴിഞ്ഞ ദിവസം പ്രഖ്യാപനം നടത്തിയിരുന്നു. ഈ മാസം ആദ്യം തെക്കൻ ഗാസയിലെ ഒരു ആശുപത്രിയിൽ സിൻവാറിനെ ലക്ഷ്യമിട്ടുകൊണ്ട് ഇസ്രായേൽ വ്യോമാക്രമണം നടത്തുകയും ചെയ്തു. എന്നാൽ ഹമാസ് നിലവിൽ അദ്ദേഹത്തിന്റെ മരണം സ്ഥിരീകരിച്ചിട്ടില്ല. അതുപോലെ 2024 ഒക്ടോബറിൽ തെക്കൻ ഗാസയിൽ ഇസ്രായേൽ സൈന്യം തന്റെ സഹോദരൻ യഹിയ സിൻവാർ കൊല്ലപ്പെട്ടതിനെ തുടർന്നുകൊണ്ട് മുഹമ്മദ് സിൻവാർ ഗാസ മുനമ്പിൽ ഹമാസിന്റെ നേതൃത്വം ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം ഞങ്ങൾ 10,000-കണക്കിന് തീവ്രവാദികളെ ഇല്ലാതാക്കിയിരിക്കുകയാണ്. കൊലപാതകികളായ ദേവ് ഹനിയെ, യഹിയ സിൻവാർ എന്നിവരുടെ നേതാക്കളെ ഞങ്ങൾ ഇല്ലാതാക്കി കഴിഞ്ഞു. മുഹമ്മദ് സിൻവാറിനെയും ഞങ്ങൾ ഇല്ലാതാക്കിയതായി തോന്നുന്നുണ്ട് എന്നും 5 മാസത്തിനിടെ ആദ്യമായി ജെറുസലേമിൽ ഒരു പത്രസമ്മേളനത്തിൽ നെതന്യാഹു വെളിപ്പെടുത്തുകയുണ്ടായി. മാത്രമല്ല, നമ്മുടെ സൈന്യം ഗാസയിലെ കൂടുതൽ പ്രദേശങ്ങളും പിടിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. നീക്കം അവസാനിപ്പിക്കുന്ന സാഹചര്യത്തിൽ മുനമ്പിലെ എല്ലാ പ്രദേശങ്ങളും ഇസ്രയേലി സുരക്ഷാ നിയന്ത്രണത്തിലായിരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയുണ്ടായി. മാത്രമല്ല, US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഗൾഫ് സന്ദർശനത്തിൽ ഇസ്രയേലിനെ ഒഴിവാക്കിയിരുന്നു. ഇതിനെ തുടർന്നുകൊണ്ട് US ഭരണകൂടവുമായുള്ള അഭിപ്രായ വ്യത്യാസം നെതന്യാഹു ശരിക്കും തള്ളിക്കളയുകയാണ്. അതേസമയം തന്നെ മാവ്, ബേബി ഫുഡ്, മെഡിക്കൽ ഉപകരണങ്ങൾ എന്നിവയുമായി ഗാസ മുനമ്പിലേക്ക് 100 സഹായ ട്രക്കുകൾ അനുവദിച്ചതായി ഇസ്രായേൽ സൈന്യം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ബന്ദികളെ തിരികെ കൊണ്ടുവരുന്നതിനായി ഇസ്രായേൽ താൽക്കാലിക വെടിനിർത്തലിന് തയ്യാറാണെന്ന് നെതന്യാഹു കൂട്ടിച്ചേർക്കുകയും ചെയ്തു. അല്ലാത്തപക്ഷം ഗാസയുടെ പൂർണ്ണ നിയന്ത്രണം നേടുന്നതിനായി സൈനിക നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് അദ്ദേഹം പറഞ്ഞതായ തരത്തിലും റിപ്പോർട്ടുകൾ നിലനിൽക്കുന്നുണ്ട്. ഗാസയിലേക്ക് സാധനങ്ങൾ എത്തിക്കുന്നതിനുള്ള 11 ആഴ്ചത്തെ ഉപരോധങ്ങൾക്ക് ശേഷം തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയുമായി ആകെ 98 സഹായ ട്രക്കുകൾ പ്രവേശിച്ചതായി ഇസ്രായേൽ സൈന്യം വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു. പക്ഷേ ആ കുറഞ്ഞ സാധനങ്ങൾ പോലും ഗാസയിലെ സൂപ്പ് കിച്ചണുകൾ, ബേക്കറികൾ, മാർക്കറ്റുകൾ, ആശുപത്രികൾ എന്നിവിടങ്ങളിലേക്ക് എത്തിയിട്ടില്ലെന്നും സഹായ ഉദ്യോഗസ്ഥരും മാവ് വിതരണം ചെയ്യാൻ കാത്തുനിന്ന പ്രാദേശിക ബേക്കറികളും വെളിപ്പെടുത്തിയിരുന്നു. ഈ സഹായങ്ങളൊന്നും തന്നെ വളരെ പരിമിതമായ എണ്ണം ട്രക്കുകൾ ഗാസയിലെ ജനങ്ങൾക്ക് ശരിക്കും എത്തിയിട്ടില്ല. ലോക ഭക്ഷ്യ പദ്ധതിയുടെ കൺട്രി ഡയറക്ടർ ആൻഡോയിൻ റെനാർഡ് വെളിപ്പെടുത്തിയത് ഇങ്ങനെയായിരുന്നു. അതേസമയം ഒരു വംശത്തെ മുഴുവനും ഇല്ലാതാക്കിക്കൊണ്ട് അധികാരം കൂടുതൽ ശക്തിപ്പെടുത്താനാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ശ്രമങ്ങൾ നടത്തുന്നത്. അദ്ദേഹത്തിന്റെ വൃത്തികെട്ട നടപടിക്ക് ലോകം മുഴുവൻ ഇപ്പോൾ താക്കീതും നൽകിയിട്ടുണ്ട്. മാത്രമല്ല, ഗാസയിൽ ഇപ്പോൾ ഇസ്രായേൽ ചോരപ്പുഴയാണ് ഒഴുക്കുന്നത്. പിഞ്ചു കുഞ്ഞുങ്ങളോട് വരെ കരുണ കാണിക്കാതെയുള്ള പ്രവൃത്തിയാണ് നെതന്യാഹു കൂടുതലും നടത്തുന്നത്. ഒരിറ്റു വെള്ളം ഗാസയിൽ എത്താൻ അനുവദിക്കാതെ പട്ടിണിയെ യുദ്ധമുറയാക്കിയാണ് നെതന്യാഹു ഇത്തരത്തിൽ നാണംകെട്ട യുദ്ധം ഗാസയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സ്വന്തം രാജ്യത്ത് വരെ നെതന്യാഹുവിനെതിരെ വലിയ രീതിയിൽ പ്രതിഷേധങ്ങളും ഉയരുകയുണ്ടായി. കൂടാതെ സഖ്യകക്ഷികളെല്ലാം സഹകരണം ഉപേക്ഷിച്ചിട്ടും നെതന്യാഹുവിന് അതുകൊണ്ടൊന്നും തന്നെ ഒരു സമാധാനവും കിട്ടുന്നില്ല. ലോകത്തിന്റെ മുന്നിൽ തന്നെ ഒറ്റപ്പെട്ടു നിൽക്കുകയാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ എന്ന രാജ്യം ഇപ്പോൾ. മാത്രമല്ല, ഉപരോധിക്കപ്പെട്ട ഗാസ മുനമ്പിൽ ഇസ്രായേൽ സൈന്യം തീവ്രമായ കരയാക്രമണം നടത്തുകയുണ്ടായി. അതുപോലെ ഗാസയിൽ 2 മാസത്തിലേറെയായി നിലനിൽക്കുന്ന സമ്പൂർണ്ണ ഉപരോധത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ ആക്രമണം കൂടുതലും നടന്നത്. മാത്രമല്ല, ഓപ്പറേഷൻ ഗിഡിയോൺ ചാരിയറ്റ് എന്ന് പേരിട്ട ആക്രമണത്തിലൂടെ ഗാസ മുനമ്പിൽ നിയന്ത്രണാധികാരം സ്ഥാപിക്കുകയാണ് യഥാർത്ഥത്തിൽ നെതന്യാഹുവിന്റെ ലക്ഷ്യവും. കൂടാതെ അതിനൊപ്പം ഗാസയിലേക്ക് വെടിനിർത്തൽ പ്രഖ്യാപിക്കാനും സഹായം അനുവദിക്കാനും അമേരിക്കൻ സർക്കാരിലെ സഖ്യകക്ഷികൾ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങൾ ഇസ്രായേലിന് മേൽ വലിയ രീതിയിൽ വർദ്ധിച്ചു വരുന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഗാസയിലെ ഇസ്രായേൽ യുദ്ധം രൂക്ഷമാകുന്നതിൽ തനിക്ക് ഭയമുണ്ടെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമറും വെളിപ്പെടുത്തുകയുണ്ടായി. മാത്രമല്ല, ഇപ്പോൾ ബ്രിട്ടന്റെ ഇസ്രായേലുമായുള്ള സ്വതന്ത്ര വ്യാപാര ചർച്ചകൾ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുന്ന നടപടിയാണ് അവർ കൂടുതലും കൈക്കൊണ്ടിട്ടുള്ളത്. ലക്ഷക്കണക്കിന് സാധാരണക്കാരാണ് ഗാസയിലെ പട്ടിണി വലയ്ക്കുന്നത്. ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് ലാമി പാർലമെന്റ് അംഗങ്ങളോട് പറയുകയും ചെയ്തു. കൂടാതെ ഗാസയിലെ ഈ സാഹചര്യം ബ്രിട്ടീഷ് സർക്കാർ ഒരിക്കലും അവഗണിക്കില്ലെന്നും അതുപോലെ യുദ്ധം കൂടുതൽ വഷളാകുന്നതിൽ നിന്ന് ഇസ്രായേൽ ഭരണകൂടത്തെ പിന്തിരിക്കാൻ നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം വെളിപ്പെടുത്തി. സത്യം പറയുകയാണെങ്കിൽ ഇത് ജനതയുടെ അവകാശങ്ങളോടുള്ള യഥാർത്ഥ അപമാനം കൂടിയാണ്. അതിനാൽ ഇസ്രായേലി ഭരണകൂടവുമായുള്ള ഒരു പുതിയ നയതന്ത്ര വ്യാപാര കരാറിനെ കുറിച്ചുള്ള ചർച്ചകൾ ഞങ്ങൾ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുന്നതായി പ്രഖ്യാപിക്കുന്നുവെന്നും അദ്ദേഹം അറിയിച്ചു. എന്നാൽ ഇസ്രായേലിന് അവരുടെ ബാക്കിയുള്ള തടവുകാരെ മോചിപ്പിക്കാനുള്ള മാർഗം യുദ്ധമല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതുപോലെ തന്നെ മാനുഷിക സഹായങ്ങൾക്കുള്ള ഉപരോധം അവസാനിപ്പിക്കുവാനായി ഇസ്രായേലിനോട് അദ്ദേഹം ആവശ്യപ്പെടുകയും ചെയ്തു. കൂടാതെ ഗാസയിലെ സൈനിക പ്രവർത്തനങ്ങളെല്ലാം തന്നെ പൂർണ്ണമായും അനുപാതമില്ലാതെ വർദ്ധിക്കുന്നതിനെതിരെയുള്ള ബ്രിട്ടീഷ് സർക്കാരിന്റെ എതിർപ്പ് ഇസ്രായേലിനെ അറിയിക്കുമെന്നും ഗാസയ്ക്കുള്ള സഹായം 11 ആഴ്ചത്തേക്ക് തടഞ്ഞത് ക്രൂരവും ന്യായീകരിക്കാനാവാത്തതുമാണെന്ന് ഊന്നിപ്പറയുകയും ചെയ്യുമെന്നും ബ്രിട്ടീഷ് മന്ത്രി ഹാമിഷ് ഫൽക്കർണർ വെളിപ്പെടുത്തുകയുണ്ടായി. കൂടാതെ അന്താരാഷ്ട്ര മാനുഷിക നിയമപ്രകാരം ബാധ്യതകൾ ഇസ്രായേൽ പാലിക്കുകയും അതുപോലെ ഗാസയിലെ ജനങ്ങൾക്ക് പൂർണ്ണമായും വേഗത്തിലും സുരക്ഷിതമായും തടസ്സമില്ലാത്തതുമായ മാനുഷിക സഹായം നൽകുന്നുണ്ടെന്ന് ഉറപ്പാക്കുകയും വേണമെന്നും അദ്ദേഹം വെളിപ്പെടുത്തി.
കൂടാതെ ബ്രിട്ടീഷ് സർക്കാരിന്റെ കണക്കുകൾ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം ഇസ്രായേൽ രാജ്യത്തിന്റെ 44ാമത്തെ വലിയ വ്യാപാര പങ്കാളി കൂടിയായിരുന്നു. ഇരു രാജ്യങ്ങളും $7.8 ബില്യൺ സാധനങ്ങളും സേവനങ്ങളും നിലവിൽ കൈമാറുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇസ്രായേലിന്റെ നിലവിലെ അതിരുവിട്ട നീക്കങ്ങൾ ഈ ബന്ധത്തിൽ വിള്ളൽ വീഴുവാനുള്ള സാധ്യതയും വലിയ രീതിയിലാണ് ഉയർത്തുന്നത്. കൂടാതെ ബ്രിട്ടൻ മാത്രമല്ല, നേരെ മറിച്ച് ഇസ്രായേലിന്റെ അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ അവരുമായുള്ള വ്യാപാര ബന്ധം പുനഃപരിശോധിക്കാൻ യൂറോപ്യൻ യൂണിയനും ആലോചിക്കുന്നതായി ബ്ലോക്കിലെ ഉന്നത നയതന്ത്രജ്ഞ കാജ കല്ലാസ് വെളിപ്പെടുത്തി രംഗത്തും വരികയുണ്ടായി. യൂറോപ്യൻ യൂണിയൻ വിദേശകാര്യ മന്ത്രിയുടെ യോഗത്തിൽ 27 അംഗരാജ്യങ്ങളിൽ നിന്നും ഈ തീരുമാനത്തിന് ശക്തമായ പിന്തുണയായിരുന്നു ലഭിച്ചിരുന്നത്. അതുപോലെ ഗാസയിലെ അവകാശ ലംഘനത്തെക്കുറിച്ച് തനിക്ക് സംശയമില്ലെന്നും പുനഃപരിശോധന മുഴുവൻ കരാറും നിർത്തിവെക്കുന്നതിലേക്ക് നയിച്ചേക്കുമെന്നാണ് ബെൽജിയം വിദേശകാര്യ മന്ത്രിയും വെളിപ്പെടുത്തിയിരുന്നത്.